ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മീൻ വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയൊരു ഇത് തോന്നിയതെന്ന് വെച്ചാലേ, ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കുറേ കാലമായിട്ടാണ്, ഞാൻ വർഷങ്ങളോളമായി ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മീൻ മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണെന്നാണ് പറയുക, വലയിൽ പിടിച്ചതിൻ്റെ ഞെട്ടൽ മാറാത്ത മീൻ. എപ്പോൾ വന്നാലും ഏതെങ്കിലും മീനൊക്കെ ഇനങ്ങണുണ്ടാവും. അപ്പോൾ ഏത് തട്ടുമലും ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് പുഴ മീനാവുമ്പോൾ ഉണ്ടാവും, പാടും. അതുപോലെ തന്നെ പുഴ അടുത്തുള്ളത് കൊണ്ട് അടുത്തുനിന്ന് മീൻ കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ അത്രയും ഫ്രഷായിട്ട് ഇനങ്ങണുണ്ടാവും. ചെമ്മീനൊക്കെ മിക്കപ്പോഴും ചാടിത്തുള്ളും. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് വലയിൽ പിടിച്ചതിൻ്റെ ഞെട്ടൽ മാറാത്ത മീൻ. പേടിച്ചിട്ടേ പേപ്പിച്ചു, മീനിനെ പേപ്പിച്ചു. ഞെട്ടൽ മാറിയിട്ടില്ല. ഇതിങ്ങനെ മീനിങ്ങനെ എനങ്ങണേന് ഞെട്ടൽ മാറാത്ത മീൻ. എന്തായാലും ആ പേരിടാനുണ്ടല്ലോ, ആ മൈൻഡിൽ വന്ന ഒരു ആള് അതാരായിക്കോട്ടെ, അപാര കഴിവ് തന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ മീൻ വാങ്ങാൻ പോകണമെങ്കിൽ എന്താ പറയാന്നറിയോ, ആ വലയിൽ പിടിച്ചതിൻ്റെ ഞെട്ടൽ മാറാത്ത മീനുണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങാൻ പോവാന്ന് പറയും. അപ്പോൾ ഇത് ഭയങ്കര രസമാട്ടോ. ഇവിടെ പുഴയിൽ വഞ്ചിയിൽ പോയിട്ട് ഒരു കൂട്ടാളി ഉണ്ട്. ആരെ കൂട്ടാളി എന്നറിയാമോ? ഒരു പട്ടി. അതും അതിനൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോയി. പിന്നെ നമ്മളെ കലാഭവനിലുള്ളതാണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ അവരെപ്പോഴും ഇവിടെ മീൻ വന്ന് മേടിക്കണം. കാരണം ആളെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് അടുത്തുള്ളതാണ്. അപ്പോൾ ആളൊക്കെ മീൻ മേടിക്കാൻ വന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അതൊക്കെ. ഇതിൽ മിക്കതിനും ജീവനുണ്ട്, ഇണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് എനിക്ക് കഴിഞ്ഞാൽ വല്ല ചാടി കുത്തോന്ന് വെച്ചിട്ട് പേടി. കുത്ത് കിട്ടിയാൽ വലിയ സുഖമൊന്നുമില്ല. ചെമ്മീനാണല്ലോ, അതിൻ്റെ മുള്ളിത്തിരി വലുപ്പമുള്ളതായതുകൊണ്ട് ശരിക്കും വിവരറിയും. ഇതാണ് നമ്മളെ ചേട്ടൻ. കൂടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, ക്യൂട്ടാണ്. രണ്ടാളും ഭയങ്കര തമാശക്കാരാണ്. ചേട്ടാ അല്ല, അവൾ പോണെങ്കിൽ പോട്ടെ, നമുക്ക് അവളല്ലെങ്കിൽ അവൾ ഉമ്മ എന്ന് പറഞ്ഞതാണ് ഇവരുടെ ഒരു സിസ്റ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ മൈൻഡും ഒക്കെയാണ്. നമ്മൾ എത്ര മീൻ വാങ്ങണ്ടെന്ന് ചോദിച്ച് വെറുതെ വർത്താനം പറഞ്ഞു നിന്നാലും ഒരു മീൻ വാങ്ങി പോരും. അതാണ് അവരുടെ ഒരു പെരുമാറ്റ രീതി. ചിലവരുണ്ട് മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ 5 ലക്ഷം കടം മേടിക്കാൻ ചെന്ന മാതിരിയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, കുറ്റം പറയണല്ല. അത് ചിലവരുടെ ക്യാരക്ടറാണത്. ഇവരങ്ങനല്ല. ഇവർ ഫാമിലി കഥകൾ മൊത്തം ഇരുന്ന് പറയും. മക്കളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാ കാര്യങ്ങളുള്ള എല്ലാ കഥകളും പറയും. നല്ല രസമാണ് അവരുടെ. പണ്ടേ അറിയുന്നവരാണ്, അത് വേറൊരു കാര്യം. എന്നാലും മീനൊക്കെ നോക്കിയാൽ നല്ല ഫ്രഷ് സാധനം ഇവിടെ കിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓരോ ദിവസത്തും അന്നാന്ന് തീർന്നു പോകും, പിറ്റേ ദിവസത്തേക്കില്ല. നമ്മളൊരു ഉച്ചയായി ചെല്ലുമ്പോൾ തട്ട് നിറച്ച് മീനുണ്ടെങ്കിലും കംപ്ലീറ്റ് ഉച്ചയാകുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടാളും ഇത് വണ്ടിമ കെട്ടിപ്പിടിച്ചിരുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോണാണ് നമ്മളതിലൊക്കെ പോകുമ്പോഴേ. അതാണ് ഇവരുടെ ഒരു ഇത്. ഭാര്യയും ഭർത്താവ് രാവിലെ ഇങ്ങോട്ട് പോരും, കുറേ മീനുമായിട്ട് തട്ടുമോന്ന് ഇതാക്കും. അവർ തന്നെ വെട്ടി കൊടുക്കൽ, അതുപോലെ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ചെയ്ത് കൊടുക്കും. ഇപ്പം ഇന്ന് മീൻ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന മീനിൻ്റെ കുറവല്ല, ഞാൻ വരാൻ വൈകിയത്. ചേച്ചി മീൻ വെട്ടുന്നുണ്ട് കേട്ടോ. കണ്ട ഫാസ്റ്റായിട്ട് എത്ര വലിയ മീനായാലും അത് വെട്ടി കഴുകി കിറ്റിലാക്കി അങ്ങോട്ട് കൊടുക്കും. ഇവിടെ കക്കിറച്ചിയും എല്ലാ ഐറ്റവും കിട്ടും. ഇതാണ് നമ്മളുടെ ചേട്ടൻ കേട്ടോ. ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഓർഡർ വന്നപ്പോൾ പോയതാണ്. ചേച്ചി മീനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ എന്തൊക്കെ മീനുണ്ടാവുമെന്നും, അത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെക്കണ്ടാണെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ. കണ്ട വലയിൽ പിടിച്ചതിൻ്റെ ഞെട്ടൽ മാറാത്ത നല്ല പച്ച മീൻ. പച്ച അല്ലെങ്കിലും വെളുത്ത കളറിലുള്ള മീനുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മീൻ പിടിക്കുന്ന സ്റ്റൈൽ കണ്ടോ. ഇതുള്ളതാ ഇല്ലാത്തതല്ല. ആ ചേട്ടൻ പോകുമ്പോൾ അവൻ കൂടെ ഉണ്ടാവും വഞ്ചിയിൽ പോകുമ്പോൾ. പിന്നെ മീനുകൾ, ആ ചേട്ടൻ ആ വലിയ മീൻ പിടിച്ചിരിക്കുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. ഇത് പരസ്യത്തിന് വേണ്ടി പിടിച്ചതല്ല, അവിടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഒരു പൂമീൻ്റെ ഒരു കൂട്ടം കണ്ടില്ലേ, 50 എണ്ണം 60 എണ്ണം ഒക്കെ വന്നു എന്നാണ് പറയണേ. പിന്നെ ഇതിൻ്റെ ഈ ലൊക്കേഷൻ വരുന്ന ഏരിയയിലുണ്ടല്ലോ, ഭയങ്കര എത്ര വെയിൽ സമയത്തും നമ്മൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തോന്നും. വലിയ വലിയ മരങ്ങൾ ഈ റോഡിൻ്റെ സൈഡിലുണ്ട്. 2 സൈഡിലും പാടമാണ്. റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ പച്ച വിരിച്ച പാടമാണ്. ഇത് വേനൽക്കാലത്തും ഈ പച്ചപ്പുണ്ടാവും. ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന പരിപാടി ഇല്ല ഇവിടെ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ നമ്മൾ കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഒരു ഏരിയയിലൊന്ന് ഇതാവാറുണ്ട്, നിൽക്കാറുണ്ട് കുറച്ച് നേരം നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിങ്ങായിട്ട്.
ഇനി അത് കൂടാതെ ആണെങ്കിലും ഇവർ ഉച്ച കഴിഞ്ഞ് ഇവരെ കാണൂല, മഷിട്ട് നോക്കിയാൽ കാണൂല. കാളാഞ്ചി, ചെമ്പല്ലി, വലിയ വലിയ ചെമ്മീനുകൾ ബിരിയാണിക്കൊക്കെ പറ്റിയ പോലത്തെ, അതേപോലെ തന്നെ കരിമീൻ ഏത് തരം വേണമെങ്കിലും, കൂരി, കണമ്പ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റമും ഇവിടെ വരാറുണ്ട് കേട്ടോ. അത് ഓരോ ദിവസം മാറി മാറിയായിരിക്കും, ഏത് ദിവസമാണ് ഏതുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. മിക്ക ദിവസം കുറേ ഐറ്റം മീനുണ്ടായിരിക്കും, ഒക്കെ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഈ വഴി പോണവർ ഈ കട ഓർത്ത് വെച്ചോ, നമ്പർ അതിലുണ്ട്. എന്നിട്ട് അവർ വിളിച്ച് ചോദിച്ചിട്ട് വേണ്ടവർ ആവശ്യമുള്ളവർ മേടിച്ചോ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടുള്ള വൈബ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തത്. വേനൽക്കാലത്ത് പോലും സൂപ്പറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.